ഹേ ഗായ്സ്, സോ എല്ലാവർക്കും അവരവരുടെ കംഫർട്ട് ഫുഡ് ഉണ്ട് അല്ലേ? അതുപോലെ എൻ്റെ കംഫർട്ട് ഫുഡ് എന്ന് പറഞ്ഞാൽ മോര് കറിയും അതേപോലെ മീൻ വറുത്തതും എന്തെങ്കിലും തോരനും. പക്ഷെ എന്തെങ്കിലും തോരൻ ഞാൻ കഴിക്കൂല. സെലക്റ്റഡ് വൺ കോവക്ക മെഴുക്ക് വരട്ടിയതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീൻ കറിയും മോര് കറിയും മീൻ വറുത്തതും. തോരന് എൻ്റെ കയ്യിൽ വേറെ പച്ചക്കറിയൊന്നും ഇല്ല, അതുകൊണ്ട് തോരനില്ല. സോ തേങ്ങ അരച്ച മീൻ കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് കുക്ക്. സോ ഹിയർ വി ഹാവ് ചൂര, വൈറ്റ് ചൂര ഫിഷാണ്. അതുപോലെ ഇത് ഞാൻ ഫ്രൈ ചെയ്യാൻ പോവാ. ആൻഡ് ചെമ്മീൻ, അത് നമുക്ക് തേങ്ങ അരച്ച് കറി ഉണ്ടാക്കാം. എന്റെ ചെമ്മീൻ എനിക്ക് തന്നാൽ മതി, ഞാൻ പൊരിച്ച് കഴിച്ചോളും, അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ ഗൈസ്, വാട്ട് ടു ഡു? ഗൈസ്, ഇങ്ങനത്തെ ചേട്ടന്മാർ അനിയന്മാരൊക്കെ നമ്മളുടെ ഇടയിൽ കാണും. ഇറ്റ്സ് വെരി ഇറിറ്റേറ്റിംഗ്. ഗൈസ്, ഫസ്റ്റ് നമുക്ക് ഈ ചൂര കണ്ട ബ്ലഡ് ഉണ്ട്, ഫ്രഷ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലഡ്. സോ ഫസ്റ്റ് നമുക്ക് ഈ ചൂര വാഷ് ചെയ്തിട്ട് നമുക്കിത് മസാല പുരട്ടി വെക്കാം. നമ്മളിത് ഫ്രൈ ചെയ്യണമല്ലോ. സോ എന്തുകൊണ്ടാണ് ഞാൻ മൊത്തം വീഡിയോ, അതായത് കുക്കിംഗ് ചെയ്യുന്ന വീഡിയോ കൂടി എടുക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് കുക്കിംഗ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഒന്നെങ്കിൽ മൂവി കാണണം അല്ലെങ്കിൽ പാട്ട് കേൾക്കണം. ഇതേതെങ്കിലും രണ്ട് ഞാൻ നോർമലി ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ദാറ്റ്സ് വൈ ഐ എം നോട്ട് ടേക്കിംഗ് ദ ഹോൾ കുക്കിംഗ് വീഡിയോ. സോ ആഫ്റ്റർ ദ കുക്കിംഗ് ഐ വിൽ ഷോ യു ഗൈസ്. അതേ നല്ല മുളകിലിട്ട ചെമ്മീൻ കറി ആയിട്ടുണ്ട്, എല്ലാം റെഡിയായി ഗൈസ്. ഇതേ മോര് കറി, മോര് കറി സി, നല്ല മോര് കറി, മീൻ വറുത്തതും ചോറും ഗൈസ്. അപ്പോൾ നമ്മളെ ഫുഡൊക്കെ റെഡിയായി. എൻ്റെ ചേട്ടൻ വിശന്നു, ഞാൻ ഓൾറെഡി ഫുഡ് കൊടുത്തു. ഇനി ഞാൻ കഴിക്കണം. ഞാനപ്പോൾ കുളിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച്. സോ ദിസ് ഈസ് മൈ വീഡിയോ. സോ ബൈ ബൈ.